വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കോടിക്കണക്കിന് രൂപ കേരളത്തിലെത്തി. സാധാരണക്കാരായ ബിജെപിയുടെ പ്രവർത്തകർക്ക് ഇതിൽ നിന്ന് എത്ര കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ കാലിയായ കീശയങ്ങ് തുറന്നു കാണിക്കും. എന്നിട്ട് പറയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സ്വന്തം കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വന്നു എന്ന്. നേതാക്കന്മാരാവട്ടെ അവർ ആർഭാട ജീവിതത്തിൽ തന്നെയാണ്. രാത്രിയും പകലും എന്നില്ലാതെ കൃത്യമായി അവർക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലേക്ക് ഒഴുകിയ ഈ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് കേട്ട് ഞെട്ടിയിട്ടുണ്ടാകാം. സ്വന്തം നേതാക്കന്മാരെ പുച്ഛത്തോട് കൂടിയിട്ട് അവർ നോക്കിക്കാണും. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പുറത്തുവിട്ട ആ റിപ്പോർട്ട് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അതായത് കാസർകോട്ടെ കറന്തക്കാട്ടെ ബിജെപിയുടെ ഓഫീസിൽ നിന്ന് വയനാട്ടെ ബത്തേരിയിലേക്ക് എത്തിയത് 1 കോടി രൂപയാണ്. എങ്ങനെയാണ് ഈ 1 കോടി രൂപ കടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നോവ കാറിലാണ്. ഇന്നോവ കാറിന്റെ സ്റ്റെപ്പിന് താഴെയായിട്ടാണ് ഈ പണം ഒളിപ്പിച്ചു വെച്ചത്. അതായത് ടയറിന് താഴെയായിട്ട് ഈ പണം ഒളിപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് ഇത് വയനാട്ടിലേക്ക് എത്തിക്കുന്നു. CK ജാനുവുമായിട്ടുള്ള ഡീൽ ഈ പണത്തിലൂടെയാണ് തീർപ്പിലെത്തുന്നത്. അതായത് ഈ 1 കോടിയിൽ നിന്ന് 25 ലക്ഷം രൂപ CK ജാനുവിന് കൊടുത്ത് CK ജാനുവിനെ അങ്ങ് ഒതുക്കി കളയുന്നു. ബാക്കിയുള്ള പണം വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് നേതാക്കൾ ഉപയോഗിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ തന്നെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം, തൃശ്ശൂരിലേക്ക് നോക്കുക. തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തിയതാവട്ടെ 6,80,00,000 രൂപയാണ്. അതിൽ 2 കോടിയോളം രൂപ പ്രാഥമിക ഘട്ടത്തിൽ, അതിനുശേഷം വന്നു കാണും, പ്രാഥമിക ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചിലവഴിച്ചു എന്നുള്ളതാണ് ബിജെപിയുടെ പ്രവർത്തകരിൽ നിന്ന്, നേതാക്കന്മാരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കുഴൽപ്പണത്തിന്റെ വ്യക്തമായ സ്രോതസ്സുകൾ ഇവിടെ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ രാജ്യത്ത് അധികാരത്തിലെത്തിയ ബിജെപിയുടെ ആദ്യത്തെ വാക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളപ്പണം ഇല്ലാതാക്കും എന്നുള്ളതാണ്. അവര് തന്നെയാണ് ഇന്ന് ഈ രാജ്യത്ത് കള്ളപ്പണം വേണ്ട രീതിയിൽ ഒഴുക്കിവിടുന്നുള്ളത്. സുരേഷ് ഗോപിയും സുരേന്ദ്രനും അടങ്ങുന്ന നേതാക്കന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കടന്നു വരികയാണ്. സുരേഷ് ഗോപി ഈ പണം കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം വെളിപ്പെടുത്തട്ടെ. പക്ഷേ തൃശ്ശൂരിലേക്ക് 2 കോടി എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലേക്ക് 6 കോടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വയനാടിലേക്ക് ഇന്നോവയുടെ സ്റ്റെപ്പിന് താഴെയായിട്ട് 1 കോടിയും എത്തിച്ചിട്ടുണ്ട്. വ്യക്തമായ എവിഡൻസുകൾ വരുന്നു. കൃത്യമായ നടപടിയാണ് ഇനി ആവശ്യമുള്ളത്. അതായത് ഇത്തരത്തിൽ രാജ്യദ്രോഹ കേസുമായി മുന്നോട്ട് പോയ ബിജെപിയുടെ നേതാക്കന്മാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ ഇവിടെയുള്ള അന്വേഷണ സംഘം തയ്യാറാവണം. അവരെ അറസ്റ്റ് ചെയ്യണം, അവരെ ചോദ്യം ചെയ്യണം, അവരെ തടവറയിലേക്ക് പറഞ്ഞേക്കണം. സുന്ദരയുടെ വെളിപ്പെടുത്തൽ അടങ്ങുന്ന നിരവധി വെളിപ്പെടുത്തലുകൾ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇനി എന്തിനാണ് നിങ്ങൾ വൈകിക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ഈ ബിജെപിയുടെ നേതാക്കന്മാരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തുകൂടെ? എന്തിനാണ് ഇത്രയും വലിയ രാജ്യദ്രോഹ കേസ് സംഭവിച്ചിട്ട് പോലും നിങ്ങൾ ഈ രീതിയിൽ നിശബ്ദരാവുന്നത്? ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇനി ഒരു വഴിയേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ, അവരെ അറസ്റ്റ് ചെയ്യുക, നീതി നടപ്പിലാക്കുക എന്നുള്ളത് മാത്രം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.